ഞാൻ മൂത്ത മോളായിരുന്നതുകൊണ്ട് തന്നെ പപ്പ ഒത്തിരി പ്രതീക്ഷയോടെയാണ് എന്നെ വളർത്തിയത്. പ്രത്യേകിച്ച് കരാട്ടെ മേഖലയിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിരുന്നു പപ്പ എല്ലാ കാര്യത്തിലും. പപ്പ തന്നെ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് പപ്പയുടെ മക്കൾക്ക് ഒരു തെറ്റ് സംഭവിക്കരുത് ഒരാഗ്രഹം പപ്പയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കരാട്ടെ ടൂർണമെൻറ്റുകൾക്കൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് പ്രൈസോട് കൂടിയാണ് തിരിച്ചു വന്നിരുന്നത്. എനിക്ക് 8 വയസ്സുള്ളപ്പം നാഗർകോവിലിൽ വെച്ച് ഒരു കരാട്ടെ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ചാമ്പ്യനായിരുന്നു ഞാൻ. വീട്ടിൽ ഞാൻ അവധിക്കൊക്കെ ചെല്ലുമ്പോൾ നടക്കുന്ന വഴിക്ക് പപ്പയുടെ വക ഒരു കിക്ക് അല്ലെങ്കിൽ ഒരു പഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ പറയും, എന്താ പപ്പ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണോ പപ്പ എന്നെ കിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പ പറയുന്നത്, എപ്പോഴും നീ അലേർട്ടായിരിക്കണം, എപ്പോൾ വേണമെങ്കിലും കിട്ടും, നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സെൻഷൻ, നീ എന്താ ബ്ലോക്ക് ചെയ്യ് എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോഴും കരാട്ടയിൽ ഒരു പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പപ്പ. ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മാറിയതിൽ പപ്പയ്ക്ക് ഒത്തിരി വിഷമമുണ്ട്. പപ്പ നേരിട്ട് എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പപ്പയുടെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ വലിയ ആളാക്കണം, കരാട്ടയിൽ വലിയൊരാളാക്കണം എന്ന് പപ്പയ്ക്ക് വലിയ സ്വപ്നത്തോടെയായിരുന്നു മോളെ പപ്പ കൊണ്ടു നടന്നിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.